സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക സമ്മർദ്ദം. നാം ആഗ്രഹിക്കുന്ന ജീവിതശൈലി നിലനിർത്താൻ പാടുപെടുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു. ഈ വിഷമതകൾക്കിടയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം ക്രിസ്തീയ ദർശനത്തിൽ പ്രധാനമാണ്. സമ്പത്ത് നിൻ്റെ ദൈവമാകരുത് എന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പണത്തിനായുള്ള ഓട്ടത്തിനിടയിൽ നാം ദൈവത്തെയും കുടുംബത്തെയും ഒക്കെ മറന്നുപോകുന്ന അവസ്ഥ വരരുത്. നമ്മുടെ ജീവിതശൈലി നിർവചിക്കുന്നത് നാം ധരിക്കുന്ന വസ്ത്രങ്ങളോ ഓടിക്കുന്ന വാഹനമോ താമസിക്കുന്ന വീടോ ബാങ്ക് ബാലൻസോ നമ്മുടെ ജോലിയുടെ ടൈറ്റിലോ അല്ല, മറിച്ച് നമ്മുടെ വിശ്വാസവും സ്നേഹവുമാണ്. യേശുക്രിസ്തു ലളിത ജീവിതം നയിച്ച് നമുക്ക് മാതൃക കാണിച്ചു. പുൽത്തൊട്ടിയിലാണ് അവിടുന്ന് നമുക്ക് വേണ്ടിയിട്ട് ജാതനായത്. കൊട്ടാരത്തിലല്ല, ഒരു വീട്ടിലല്ല, ഒരു വാടക വീട്ടിൽ പോലുമല്ല. ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക എന്ന കൽപ്പന ഭൗതികമായ കാര്യങ്ങൾക്കപ്പുറം ആത്മീയമായവയ്ക്ക് മുൻഗണന നൽകാൻ നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കട്ടെ. ആവശ്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം നാം തിരിച്ചറിയണം. നമ്മുടെ സന്തോഷം ബാങ്ക് ബാലൻസിനെയോ സാമൂഹിക പദവിയെയോ ആശ്രയിച്ചാകരുത്. നമ്മളെ കണ്ടാണ് മക്കൾ വളരുന്നത് എന്ന് തിരിച്ചറിയണം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് നമ്മെ പരിപാലിക്കുമെന്ന ഉറച്ച ബോധ്യമുണ്ടാകണം. ആ ബോധ്യത്തിൽ മക്കളെയും വളർത്തണം. വയലിലെ ലില്ലികളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് പോറ്റുന്നു. നമ്മുടെ സാമ്പത്തിക ക്ലേശങ്ങൾ അവിടുത്തെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവെല്ലാം അറിയുന്ന നമ്മുടെ അപ്പനാണ്. പ്രാർത്ഥനയിലൂടെയും വിവേകത്തിലൂടെയും ഈ പ്രതിസന്ധികളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നേരിടാൻ നമുക്ക് തീർച്ചയായും കഴിയും. ആർത്തി ഒഴിവാക്കി ഉള്ളതുകൊണ്ട് സംതൃപ്തി കണ്ടെത്താൻ നാം പഠിക്കണം. മറ്റുള്ളവർ ജീവിക്കുന്നത് കണ്ടിട്ടല്ല നാം ജീവിക്കേണ്ടത്. നമ്മെ വ്യത്യസ്തരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് അവിടുന്ന് കൂട്ടിച്ചേർത്ത് നൽകും. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് അസമാധാനത്തിന് കാരണമാകുന്നു. നമ്മുടെ അയൽക്കാരനെ സഹായിക്കാനും പങ്കുവയ്ക്കാനുമുള്ള ഒരു മനസ്സ് നാം വളർത്തിയെടുക്കണം. ദരിദ്രരിൽ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് സാധിക്കണം. സാമ്പത്തിക വിഷമങ്ങൾ നമ്മെ തളർത്താതിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുതലിൽ വിശ്വസിച്ച് ലളിതവും എന്നാൽ അർത്ഥപൂർണവുമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യഥാർത്ഥ സന്തോഷം കണ്ടെത്താനുള്ള വഴി ഭൗതിക നേട്ടങ്ങളല്ല, മറിച്ച് ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധത്തിലാണ്. ഈ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.